Dear students, ഇനി നമുക്ക് എടുക്കാനുള്ള രണ്ടാമത്തെ ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. The important questions discussed in this chapter are: what are the fundamental rights listed in the Constitution? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങൾ ഏതെല്ലാം. സെക്കൻഡ്, ഹൗ ദീസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്. എങ്ങനെയാണ് ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്നാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദീസ് റൈറ്റ്സ്. ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും ജുഡീഷ്യറി വഹിച്ചിട്ടുള്ള പങ്കെന്താണ്. മറ്റൊന്നാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. മൗലികാവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുണ്ട്. ഇനി നമുക്ക് എന്താണ് അവകാശങ്ങളെന്ന് നോക്കാം. വാട്ട് ആർ റൈറ്റ്സ്? Rights are favorable conditions necessary for the inner development of citizens. They are necessary for the development of their personality. Rights are essential for the citizens to lead a better and dignified life. They give them opportunities or facilities to achieve their physical, mental and moral development. അപ്പോൾ എന്താണ് അവകാശങ്ങൾ? മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. അവകാശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റില്ല. ഒരുപാട് അവകാശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളിങ്ങനെ പറയും. നിങ്ങൾക്കറിയാം അവകാശങ്ങൾ എന്താണെന്ന് അല്ലേ. അപ്പം മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ കഴിവുകൾ വികസിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ അവകാശങ്ങൾ പ്രദാനം ചെയ്യുന്നു. അവകാശങ്ങൾക്ക് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അംഗീകാരം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അനേകം അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇനി നമുക്ക് അപ്പോൾ അവകാശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. ഇനി ഈ അവകാശങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യമുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് അവകാശങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. They give them opportunities or facilities to achieve their physical, mental and moral development. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകുന്നത് അവകാശങ്ങളാണ്. മറ്റൊന്നാണ്, ഒരു വ്യക്തിക്ക് തൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി പ്രകടിപ്പിക്കണമെങ്കിൽ അവകാശങ്ങൾ ആവശ്യമാണ്. അവകാശങ്ങൾ കൂടിയേ തീരും. ഒരു വ്യക്തിക്ക് രാജ്യത്തോടുള്ള കൂറ് പുലർത്തണമെങ്കിൽ അവകാശങ്ങൾ ആവശ്യമാണ്. അതേപോലെ ജനങ്ങൾക്ക് ഭയം കൂടാതെ സമൂഹത്തിൽ ഇടപെടുവാനും അവകാശങ്ങൾ ആവശ്യമാണ്. നീതി നിഷേധത്തിനെതിരെ പോരാടാനും അവകാശങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ അവകാശങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവകാശ പത്രിക. എ ഡെമോക്രാറ്റിക് സിസ്റ്റം should ensure that the individuals have certain rights and the government should recognize and protect these rights. Therefore, in most democratic countries, the rights of the citizens are listed in the Constitution itself. Such a list of rights mentioned and protected by the Constitution is called Bill of Rights. അതായത് ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പൗരന്മാരുടെ അവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടന സൂചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ അവകാശ പട്ടികയെയാണ് അവകാശ പത്രിക ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. The Bill of Rights prevents the government from acting against the rights of the people. It also ensures remedy
if these rights are violated. ഒരു അവകാശ പത്രിക വ്യക്തികളുടെ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനെ വിലക്കുന്നു. വ്യക്തികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനുള്ള പരിഹാരവും അവകാശ പത്രിക ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ നമുക്ക് റൈറ്റ്സ് അവകാശങ്ങൾ എന്താണെന്നും അവകാശ പത്രിക ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്നും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന ഭാഗം കൂടിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ച ഭാഗം തന്നെയാണ്. നിങ്ങൾ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങൾ ചെറിയ രീതിയിൽ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. എങ്കിലും നമുക്കത് ഇവിടെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദ ഡിമാൻഡ് ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വാസ് പാർട്ട് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ ദേശീയ നേതാക്കന്മാർ മൗലികാവകാശങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ജനങ്ങളുടെ അവകാശങ്ങളെ മാനിക്കണമെന്ന് അവർ ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾക്കറിയാലോ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ അവകാശ ലംഘനത്തിൽ നിന്നും എന്ത് ചെയ്തു? നമ്മുടെ ദേശീയ നേതാക്കളെ ഒരു പാഠം ഉൾക്കൊണ്ടു. നമ്മുടെ ജനങ്ങൾക്ക് എന്ത് വേണം? അവകാശങ്ങൾ വേണം. സ്വതന്ത്രത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കുകയും ചെയ്തു. ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് were first demanded by the Motilal Nehru Committee. In 1928, the committee had demanded a Bill of Rights from the British. In 1933, the Karachi session of the Congress Party demanded ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോർ ദി പീപ്പിൾ. മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. 1928 നെഹ്റു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരു അവകാശ പത്രിക വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. 1933 കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനവും മൗലികാവകാശങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രഖ്യാപനം അംഗീകരിക്കുകയുണ്ടായി. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റഡ് ദി റൈറ്റ്സ് ദാറ്റ് ഷുഡ് ബി specially protected and called them fundamental rights. The word fundamental suggests that these rights are very important. That is why the Constitution has separately listed them and made special provisions for their protection. The fundamental rights are very important because the Constitution itself ensures that they are not violated by the government. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചതാണ് എന്ത്? മൗലികാവകാശങ്ങൾ വേണമെന്നുള്ള ആശയം. അപ്പോൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ് പാർട്ട് 3 ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. പിന്നെ അവകാശങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ആ മൗലികം എന്ന പദം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭരണഘടന തന്നെ സൂചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അതുകൊണ്ടാണ് ഭരണഘടന അവയെ ഒരു പട്ടികയായി കൊടുത്തതും അവയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകിയതും. അപ്പോൾ മൗലികാവകാശങ്ങൾ ഗവൺമെൻറ് ലംഘിക്കാൻ പാടില്ലെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത്രയും പ്രധാനപ്പെട്ടതാണ് മൗലികാവകാശങ്ങൾ. Fundamental rights are different from other ordinary legal rights. Ordinary legal rights are protected and enforced by ordinary law, but fundamental rights are protected and guaranteed by the Constitution of the country. Ordinary rights can be changed by the lawmaking body by ordinary process of lawmaking. Fundamental rights can be changed only by amending the Constitution itself. Besides, no organ of the government can function violating the fundamental rights of the people.
അതായത് മൗലികാവകാശങ്ങൾ സാധാരണ അവകാശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പം ഭരണഘടനയിൽ ഒരുപാട് അവകാശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇത് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ മാത്രമൊന്നുമല്ല ഭരണഘടന, ഒരുപാട് അവകാശങ്ങളുണ്ട്, സാധാരണ അവകാശങ്ങൾ. അപ്പോൾ സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമമാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. മറ്റൊന്നാണ് നിയമനിർമ്മാണ സഭകൾക്ക് സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ സാധാരണ അവകാശങ്ങളെ മാറ്റം വരുത്താൻ സാധിക്കും. എന്നാൽ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ സാധാരണ അവകാശങ്ങളും മൗലികാവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമമാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും ഭരണഘടനയാണ്. പിന്നെ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ നിയമങ്ങളിൽ മാറ്റം വരുത്താം. എന്നാൽ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? ഭരണഘടന ഭേദഗതി ചെയ്യണം. അപ്പോൾ മറ്റൊന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെ ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് പഠിക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 മൂന്നാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 6 മൗലികാവകാശങ്ങളെന്ന് നോക്കാം. 1. റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വാവകാശം. 2. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 4. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഇത്രയാണ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി നമുക്ക് ഓരോന്ന് വിശദമായിട്ട് പഠിക്കാം. എന്താണ് ഓരോ അവകാശങ്ങളെന്ന്. അപ്പോൾ ഫസ്റ്റത്താണ് റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വാവകാശം. അപ്പോൾ സമത്വാവകാശം ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് കേട്ടോ. Right to equality is the basic principle of Indian Constitution. This is made clear in the preamble to the Constitution itself. Right to equality is very important. Without this right, all other rights are meaningless. Article 14 to 18 of the Constitution deal with the right to equality. This right includes the things: equality before law and equal protection of laws. Second, protection from discrimination, equality of opportunity in employment, abolition of untouchability and abolition of titles. അപ്പോൾ സമത്വാവകാശമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് എന്തുൾക്കൊള്ളിച്ചിട്ടുള്ളത്? സമത്വാവകാശം. 14 മുതൽ 18 വരെ എന്ന് പറയുമ്പോൾ ഭരണഘടനയെ ഒരുപാട് ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 3-ാം ഭാഗത്തിലാണ് എന്തെന്ന് പറഞ്ഞു? മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളല്ല. അപ്പോൾ ഭരണഘടന ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തിയാൽ അതിനെ പാർട്ടുകളായിട്ടും ഷെഡ്യൂളുകളായിട്ടും അതേപോലെ വകുപ്പുകളായിട്ടൊക്കെ വിഭജിച്ചിട്ടുണ്ട്. കാരണം ഇന്ന ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് മറിച്ച് നോക്കുമ്പോൾ അതിൽ ഇന്ന ചാപ്റ്ററിൽ ഇന്ന ഭാഗത്തിലാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇന്ന പാർട്ടിൽ അല്ലെങ്കിൽ ഇന്ന ഭാഗത്തിൽ ഇന്ന ആർട്ടിക്കിളിൽ ഇന്ന വകുപ്പിലാണിത് പറയുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ വകുപ്പ് പറയുന്നത്. അപ്പോൾ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് സമത്വാവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സമത്വാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സമത്വാവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ മൗലിക അവകാശമായ സമത്വാവകാശത്തെക്കുറിച്ച് ഭരണഘടനയിലെ 3-ാം ഭാഗത്തിലെ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ സമത്വാവകാശത്തിൽ ഉൾക്കൊള്ളുന്ന
കാര്യങ്ങളാണ് ഒന്ന് നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാളിറ്റി ബിഫോർ ലോ. അതേപോലെ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. രണ്ടാമത്താണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ. 3 നിയമനങ്ങളിലെ അവസര സമത്വം, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ്. 4 അയിത്ത നിർമ്മാർജ്ജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. 5 ബഹുമതികൾ നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. എന്താണ് നിയമത്തിന് മുന്നിലെ സമത്വം അല്ലെങ്കിൽ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്താണെന്ന് നോക്കാം. ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. ആർട്ടിക്കിൾ 14. The concept of equality before law is borrowed from the British Constitution. The concept of equal protection of law is taken from the American Constitution. അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിലെ സമത്വം എന്ന ആശയം എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതേപോലെ തന്നെ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം ഇതെടുത്തിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. Article 14 says that the state shall not deny to any person equality before law and equal protection of law within the territory of India. ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും നിഷേധിക്കരുതെന്ന് സമത്വാവകാശം പറയുന്നു. Equality before law means that all citizens are equal before law and nobody is above the law or of the land. It states that there should be no legal discrimination and that no one should be given legal consideration on the basis of status, position or wealth. നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. നിയമപരമായ വിവേചനങ്ങൾ പാടില്ലെന്നും ആരും രാജ്യത്തിലെ നിയമത്തിന് അതീതരല്ലെന്നും അത് പ്രഖ്യാപിക്കുന്നു. പദവിയോ സമ്പത്തോ നോക്കാതെ നിയമം എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നു. Equal protection of law means that all are equally protected by the laws. It declares that all persons should get same treatment in similar circumstances. നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നതിനർത്ഥം എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും എന്നതാണ്. തുല്യമായ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും തുല്യമായ പരിഗണന ലഭിക്കുമെന്നും ആരോടും പക്ഷഭേദം കാണിക്കില്ലെന്നും അത് പ്രഖ്യാപിക്കുന്നു. ഇനി 15ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ മീൻസ് ദി റിമൂവൽ ഓഫ് all kinds of discrimination from the society. No person shall be denied entry to public places like shops, hotels, places of entertainment, wells, roads or places of worship. There cannot be any discrimination on the grounds of religion, caste, race, sex or place of birth. 15ാമത്തെ വകുപ്പ് പറയുന്നത് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തരം വിവേചനങ്ങളെയും അവസാനിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണഘടന വിവേചനങ്ങളെ നിരോധിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളെ, ഹോട്ടലുകളെ, വിനോദസ്ഥലങ്ങളെ, കുളങ്ങളെ, കിണറുകളെ തുടങ്ങിയിട്ടുള്ള ആരാധനാലയങ്ങളെ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഒരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ലിംഗം, ഭാഷ, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല. എന്നാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന അധസ്ഥിത വിഭാഗങ്ങളുടെയും നന്മക്കായി ചില പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാൻ ഈ അവകാശം ഗവൺമെൻറ്റിനെ തടസ്സപ്പെടുത്തുന്നില്ല. അപ്പോൾ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ്. കാരണം വിവേചനങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ പഠിച്ചതാണ് അല്ലേ? വിവേചനം, വിവിധ ജാതികൾ തമ്മിലുള്ള വിവേചനം ധാരാളമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഒരാളെയും വിവേചനത്തിന് ഇരയാക്കാൻ പാടില്ല. ഇനി 17ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. 15 നമ്മൾ പറഞ്ഞത്. ഇനി 16ാമത്തെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്.
അവസര സമത്വം. ആർട്ടിക്കിൾ 16 guarantees to all citizens equality in public employments. It provides that no discrimination shall be made on the grounds of religion, caste, race, sex, or place of birth in matter of any appointment under the state. അവസര സമത്വം. പൊതു നിയമനങ്ങളിൽ സർക്കാർ ജോലികളിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന അവസര സമത്വം ഉറപ്പു നൽകുന്നു. ജാതി, മതം, ലിംഗം, ഭാഷ, ദേശം എന്നിവയുടെ പേരിലൊന്നും വിവേചനം പാടില്ലെന്ന് അത് ഉറപ്പു നൽകുന്നു. രാഷ്ട്രത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കുള്ള തൊഴിലിനും നിയമനത്തിനും ഇത് ബാധകമാണ്. At the same time, the government is permitted to make special provisions for improving the conditions of scheduled castes, scheduled tribes, socially and educationally backward classes, etc. This is called protective discrimination. എന്നാൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ അവസര സമത്വം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയില്ലെന്ന് ഭരണഘടന മനസ്സിലാക്കി. അതിനാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും അനുകൂലമായി നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടന രാഷ്ട്രത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനെയാണ് പരിരക്ഷാ വിവേചനം, പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. 17ാമത്തെ വകുപ്പ് പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനം. എന്താണെന്നറിയാലോ അയിത്തൊക്കെ. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ദി practice of untouchability is one of the rudest expression of inequality. It was widely practiced in Indian society. Article 17 provides that untouchability is abolished and its practice in any form is forbidden. Its practice shall be punishable offense. The provision of the Constitution is accepted with great applause. In June 1955, Untouchability Offences Act came into force. Consequently, untouchability became a punishable offense. അയിത്ത നിർമ്മാർജ്ജനം. അയിത്തൊക്കെ കൊടികുത്തി വാണിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ സമൂഹമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളതിനെക്കുറിച്ച് ഒരുപാട് ചെറിയ കഥകളിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അസമത്വത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായുള്ള രൂപമാണ് തൊട്ടുകൂടായ്മ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം അയിത്ത ആചാരത്തെ നിരോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രൂപത്തിലുള്ള അയിത്ത ആചരണം നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാക്കുകയും ചെയ്യുന്നു. ഇത്രമാത്രം കയ്യടിയോട് കൂടിയിട്ട് പാസ്സാക്കപ്പെട്ട മറ്റൊരു വകുപ്പും ഭരണഘടനയിൽ ഇല്ല. അതായത് മഹാത്മാഗാന്ധി കി ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ട ഏക വകുപ്പും ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനം. അപ്പോൾ 1955 ജൂണിൽ അയിത്ത വിരുദ്ധ നിയമം അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് നിലവിൽ വന്നു. ഇത് പ്രകാരം അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി തീർന്നു. ഇനി 18ാമത്തെ വകുപ്പാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ആർട്ടിക്കിൾ 18. Article 18 abolishes titles and prohibits the state from conferring any title except those of military or academic distinction. The Indian citizens are also forbidden from accepting any titles from any foreign state without the permission of the President of India. അപ്പോൾ ബഹുമതികൾ നിർത്തലാക്കൽ 18ാമത്തെ വകുപ്പാണ്. ഒരു വ്യക്തിക്ക് സൈനികവും പാണ്ഡിത്യവുപരമായ മികവിനൊഴികെ ഏതൊരു ബഹുമതിയും നൽകുന്നതിൽ നിന്നും ഭരണഘടന രാഷ്ട്രത്തെ വിലക്കുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ പൗരന്മാർ രാഷ്ട്രപതിയുടെ അനുവാദമില്ലാതെ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ബഹുമതികൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിക്കുന്നതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അനുമതി ആവശ്യമാണ്. അതേസമയം സാമൂഹിക സാംസ്കാരിക സേവനങ്ങൾക്കോ ധീരതയ്ക്കോ വ്യക്തികൾക്ക് ബഹുമതികൾ നൽകുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് മഹാവീരചക്ര, പരമവീരചക്രം, ഭാരതരത്ന, പത്മശ്രീ, ഇങ്ങനെയുള്ള ഒരുപാട് അവാർഡുകളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതല്ല, അത്തരത്തിലുള്ള അവാർഡുകളെയല്ല എന്ത് ചെയ്യുന്നത്? നിരുത്സാഹപ്പെടുത്തുന്നത്. ഇതെന്താണ്? ഒരു വ്യക്തിയുടെ ഇവരുടെ ഏതെങ്കിലും സമൂഹത്തിൻ്റെ പേരിലൊക്കെ അവരെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ബഹുമതികൾ നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അപ്പോൾ നമ്മൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. റൈറ്റ് ടു ഇക്വാളിറ്റി. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ നമ്മൾക്ക് പറഞ്ഞു. ഒന്നാമത്തെയാണ് റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വ അവകാശം. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 14ാമത്തെ വകുപ്പാണ് ഏത്? നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാളിറ്റി ബിഫോർ ലോ. നിയമം മുഖേന തുല്യ സംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. പിന്നെ 15ാമത്താണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ. 16 നിയമനങ്ങളിലെ അവസര സമത്വം, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ്. 17 അയിത്ത നിർമ്മാർജ്ജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. 18 ബഹുമതികൾ നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അപ്പോൾ ഇത്രയാണ് സമത്വ അവകാശത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം അടുത്ത അവകാശം. ഓക്കെ, ശരി.